വാട്സ്ആപ്പ് ഗൈസ്, ശ്രീവിൻ ഹിയർ. യൂമിയൻ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിന്ന് തുടങ്ങി പിന്നീടുള്ള വർഷങ്ങളിൽ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഹൈ ആൻഡ് മിഡ് റേഞ്ച് എന്ന ഒരു കാറ്റഗറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്പോയുടെ ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ആണ് റെനോ സീരീസ്. സോ ഈ റെനോ സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള ഓപ്പോ റെനോ 4 പ്രോ 2 ദിവസങ്ങൾക്ക് മുന്നേ ലോഞ്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളാണോ? നിങ്ങളുടെ ഈ റഡാറിൽ ഓപ്പോ റെനോ 4 പ്രോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. കാരണം ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള മലയാളം ടെക് കണ്ടന്റ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഓപ്പോ റെനോ 4 പ്രോയിലേക്ക് കിടക്കാം. സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം പോസിറ്റീവ്സ് ഡിസ്കസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ റെനോ 4 പ്രോയുടെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ ഫോണിന്റെ ലുക്ക് ആൻഡ് ഫീൽ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ ഒരു ഫോണിന്റെ ലുക്സിനെ പറ്റി ഒറ്റ വാക്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡ് അനുസരിച്ച് ഒരു ഗ്ലാസ് ബാക്ക് ആയിട്ട് തന്നെയാണ് റെനോ 4 വരുന്നത്. സിൽക്കി വൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു ഗ്ലോസി ബാക്ക് ഫിനിഷുമായിട്ട് വരുന്നതാണ് ആദ്യത്തെ ഒരു വേരിയന്റ്. രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് സ്റ്റാറി നൈറ്റ് എന്നാണ് അതിന്റെ പേര്. ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. റെനോ 4ന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈൻ ആണ്. ലൈനായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. ബട്ട് അതിനൊരു യുണീക് ഡിസൈൻ എലമെന്റ് ആണ് ഓപ്പോ കൊടുത്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോണിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഗെറ്റ്സ് എ തംസ് അപ്പ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിന്റെ സൈസ് ആണ്. വെറും 7.7 മില്ലിമീറ്റർ മാത്രമാണ് റെനോ 4ന്റെ തിക്നെസ്. അതിന്റെ കൂടെ തന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് വെറും 161 ഗ്രാംസ് മാത്രമേ ഉള്ളൂ. സോ ഇൻ ഹാൻഡ് ഫീൽ വിൽ ബി ഓസം. സോ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ബോധർ ചെയ്യേണ്ട ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മളെ OnePlus നോട് പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. ബട്ട് ഇതുവരെ പുറത്തു വന്നുള്ള റിപ്പോർട്ട്സ് എല്ലാം വെച്ച് നോക്കിയാൽ ഈ ഒരു ചെറിയ കാര്യം ഈ ഫോണിന്റെ ഇൻ ഹാൻഡ് ഫീലിനെയോ അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിനെയോ അത്രയ്ക്ക് ബാധിക്കുന്നില്ല. ഓക്കെ, അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ച് വരുന്ന ഒരു ബോർഡർലെസ് സെൻസ് ഡിസ്പ്ലേ ആണ് ഓപ്പോ റെനോ 4 പ്രോയ്ക്കുള്ളത്. ഈ ഡിസ്പ്ലേ 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കർവ്ഡ് 3D ഗ്ലാസ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഓപ്പോ റെനോ 4 ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേനെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്നത് ആക്ച്വലി 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ 180 ഹെർട്സിന്റെ ടച്ച് റെസ്പോൺസുമാണ്. മൊത്തത്തിൽ ഒരു ടോപ്പ് ക്ലാസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കാൻ പോണത്. അടുത്ത പോസിറ്റീവ്, ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓപ്പോ റെനോ 4 പ്രോയിലുള്ളത് ഒരു 4000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. ഈ ഒരു ആവറേജ് ബാറ്ററി കപ്പാസിറ്റിനെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്നത് ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ആണ്. 65 വാട്ട്സിന്റെ SuperVOOC 2.0 ഫാസ്റ്റ് ചാർജർ ആണ് നമുക്ക് ഈ ഡിവൈസിന്റെ കൂടെ ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫീച്ചറും ഒരു കിഡിലൻ ഫീച്ചർ ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്പോ റെനോ 4 പ്രോയുടെ ക്യാമറയാണ്. 48 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ആണ് വരുന്നത്. അതിന്റെ കൂടെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, അതിന്റെ കൂടെ തന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും ഒരു 2 മെഗാ പിക്സലിന്റെ ഒരു മോണോ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 32 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടറും കിട്ടുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ ഫ്രണ്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ റെനോ ഫോണിൽ. നൈറ്റ് മോഡ് ഫോട്ടോസ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റെനോ 4 പ്രോയിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഇതാണ്, നമുക്ക് 960 ഫ്രെയിം പെർ സെക്കൻഡിൽ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി തന്നെയാണ് അത്. ബട്ട് ക്വസ്റ്റ്യൻ വരുന്നത് അത് ഒരു നോർമൽ യൂസർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ ആയിട്ട് ഓപ്പോ സെൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ AI കളർ പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ മോഡാണ്. സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ സബ്ജക്ട്, അതായത് ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാനായിരിക്കും മെയിൻ സബ്ജക്ട്. ഓക്കെ, സോ എന്നെ മാത്രം കളർഫുൾ ആയി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അത്തരത്തിലുള്ള പല ഫിൽറ്റേഴ്സും
ഫീച്ചേഴ്സുമാണ് ഈ മോഡിലൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് വീഡിയോ മോഡിലും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇനി നെഗറ്റീവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കി റെഗുലർ ആയിട്ടുള്ള സ്പെക്സിനെ പറ്റിയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോകാം. Oppo Reno Pro വരുന്നത് Snapdragon 720G പ്രോസസ്സറുമായിട്ടാണ്. സോ ഈ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എബോവ് ആവറേജ് പ്രോസസ്സറായിട്ട് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് പ്രോസസ്സറായിട്ട് പറയാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ഡെയിലി ടാസ്ക് എല്ലാം ചെയ്യുന്നതിന് വളരെ കേപ്പബിൾ ആണ്. അത്യാവശ്യം ചെറിയ ഗെയിമിംഗ് പെർഫോമൻസിനും വളരെ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സറിനെ സപ്പോർട്ട് ചെയ്യുന്നത് 8GB റാമും അതിന്റെ കൂടെ തന്നെ 128GB സ്റ്റോറേജ് കപ്പാസിറ്റിയുമാണ്. റാം നമുക്ക് കിട്ടാൻ പോകുന്നത് LPDDR4X റാം ആണ്. സ്റ്റോറേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് UFS 2.1 സ്റ്റോറേജ് ആണ്. ഈ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു SD കാർഡ് സ്ലോട്ടും ലഭിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ വളരെയധികം റെയർ ആയിക്കൊണ്ടിരിക്കുന്ന 3.5mm ഹെഡ്ഫോൺ ജാക്കും ഇവിടെ ലഭ്യമാണ്. Oppo Reno 4 Pro അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻ ഡിസ്പ്ലേ സ്കാനറും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കടക്കാം, അതാണ് നെഗറ്റീവ്സ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു ഫോണിന് ആകെ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ ഒരു നെഗറ്റീവ് ആണ് ഈ ഫോണിൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോണത്. സോ ഈ ഒരു നെഗറ്റീവ് ആണ് ഈ ഫോണിൻ്റെ പ്രൈസ്. Oppo Reno 4 Pro 8GB 128GB വേരിയന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് 34,990 റുപ്പീസിനാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഓപ്പോന് ഇവിടെ വലിയൊരു അബദ്ധം പറ്റി എന്നാണ്. കാരണം ഈ ഫോൺ വരുന്നത് Snapdragon 720G പ്രോസസ്സറാണ്. ഒരു 35,000 സ്പെൻഡ് ചെയ്ത് വാങ്ങേണ്ട ഒരു പ്രോസസ്സറായിട്ട് ഞങ്ങൾക്ക് ഇത് തോന്നുന്നില്ല. Poco M2 Pro വരുന്നത് 720G പ്രോസസ്സറായിട്ടാണ്. അതേപോലെ തന്നെ Realme 6, Redmi Note 9 Pro ഇതെല്ലാം വരുന്നത് Snapdragon 720G പ്രോസസ്സറുമായിട്ടാണ്. ഈ ഫോണിന്റെ പ്രൈസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതെല്ലാം വരുന്നത് 17,000 to 80,000 താഴെയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതോ 13,000 to 14,000 നിന്നാണ്. ഈ ഒരു സമയത്താണ് Oppo 35,000 Reno 4 Pro ഇറക്കിയിട്ടുള്ളത്. ഇതേ സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്ക് iQOO 3 ലഭിക്കും. ഈ ഫോൺ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Snapdragon 865 പ്രോസസ്സറുമായിട്ടാണ്. കുറച്ചൊന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് Realme X3 ഉണ്ട്, X3 സൂപ്പർ സൂം ഉണ്ട്, Realme X2 Pro ഉണ്ട്, ഈവൻ OnePlus Nord ഉണ്ട്. സോ ഇതെല്ലാം വരുന്നത് Snapdragon 855, Snapdragon 855 Plus പോലെയുള്ള ഹൈ എൻഡ് പ്രോസസ്സറുമായിട്ടാണ്. ഈ ഒരു കാറ്റഗറിയിൽ Snapdragon 720G പ്രോസസ്സർ വെച്ച് കമ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ടഫാണ്. ഈ ഫോണിന്റെ പ്രൈസ് ഡെഫിനറ്റ് ആയിട്ടും 20,000 താഴെ തന്നെ വേണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കിടിലനാണ്. സോ ഒരു 23,000 27,000 ഇടയിലായാൽ പോലും ഞങ്ങൾ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്ത് തന്നെ. ബട്ട് ഈ ഒരു അവസ്ഥയിൽ 35,000 വെച്ചിട്ട് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഫോൺ ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുക എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ ആൻസർ ഇതായിരിക്കും. ഫോണിന്റെ ലുക്ക് ആൻഡ് ഫീലിനും ബിൽഡ് ക്വാളിറ്റിയും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന, അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേണം എന്ന ആഗ്രഹമുള്ള, അതേസമയം ബഡ്ജറ്റ് ഒരു പ്രശ്നമേ അല്ലാത്ത ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യൂ. സോ ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. സോ Oppo Reno 4 Proനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ. സോ I'll be back with another great video. Till then, bye.